നിമിഷപ്രിയയുടെ മോചനം. അമ്മ യമനിലേക്ക് യാത്ര തിരിച്ചു. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് അമ്മ പ്രേമകുമാരി ഇന്ന് പുലർച്ചെ യമനിലേക്ക് തിരിച്ചു. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തെ നേരിൽ കണ്ട് നിമിഷയുടെ മോചനം സാധ്യമാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രേമകുമാരി. പ്രേമകുമാരിക്കൊപ്പം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവേൽ ജെറോമുമുണ്ട്. കൊച്ചിയിൽ നിന്ന് പുലർച്ചെ 5:30 ഇവർ യാത്ര തിരിച്ചത്. മുംബൈയിലെത്തുന്ന ഇവർ ഇവിടെ നിന്ന് വൈകിട്ട് 5 യമനിയ എയർവേസിന്റെ വിമാനത്തിൽ ഏദനിലേക്ക് പോകും. യമനിൽ നിന്ന് കരമാർഗം സനയിലേക്ക് പോകും. ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ജയിലിലെത്തി നിമിഷപ്രിയയെ കാണാനാണ് തീരുമാനം. യമൻ പൗരൻ തലാൽ അബ്ദുൾ മഹ്ദി 2017 കൊല്ലപ്പെട്ട കേസിലാണ് വിചാരണ കോടതി നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന് ആശ്വാസധനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പ്രേമകുമാരിയുടെ യാത്ര. വിവാഹാലോചനയിൽ നിന്നും യുവതി പിന്മാറിയതിൽ പ്രതികാരം. ആലപ്പുഴയിൽ 5 പേർക്ക് വെട്ടേറ്റു. ആലപ്പുഴ ചെന്നിത്തലയിലാണ് സംഭവം. കാരാഴ്മ സ്വദേശികളായ റാഷുദ്ദീൻ, മകൾ സജിന, മാതാവ് നിർമ്മല എന്നിവരടക്കം 5 പേർക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ പ്രതിയായ രഞ്ജിത്ത് രാജേന്ദ്രനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ ലീഗ് കൊടി ഉപയോഗിച്ചു. KSU MSF പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി. മലപ്പുറം വണ്ടൂരിലാണ് KSU MSF പ്രവർത്തകർ തമ്മിൽ സംഘർഷം നടന്നത്. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് ശേഷമാണ് പ്രവർത്തകർ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ മുസ്ലിം ലീഗ് കൊടി ഉപയോഗിക്കുന്നതിനെ ചൊല്ലി പ്രവർത്തകർ തമ്മിൽ ഉണ്ടായ തർക്കമാണ് കയ്യാങ്കളിയിലെത്തിയത്. MSF പ്രവർത്തകരാണ് മുസ്ലിം ലീഗ് കൊടി പ്രചാരണ പരിപാടിയിൽ ഉയർത്തിയത്. ഇത് KSU പ്രവർത്തകർ ചോദ്യം ചെയ്തതോടെയാണ് തർക്കവും കയ്യാങ്കളിയും ഉണ്ടായത്. പിന്നീട് UDF നേതാക്കൾ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. നിരാശയോടെ പൂരപ്രേമികൾ. തൃശൂർ പൂരം വെടിക്കെട്ട് പൂർത്തിയായി. പോലീസ് നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ച് വൈകി ആരംഭിച്ച തൃശൂർ പൂരം വെടിക്കെട്ട് അവസാനിച്ചു. ആദ്യം പാറമേക്കാവിന്റെയും പിന്നീട് തിരുവമ്പാടി വിഭാഗത്തിന്റെയും വെടിക്കെട്ടുകൾ നടന്നു. വെളിച്ചം വീണ ശേഷം വെടിക്കെട്ട് നടത്തിയതിനാൽ പൂരപ്രേമികൾ നിരാശയിലാണ്. 4 മണിക്കൂർ വൈകി 7 മണിയോടെയാണ് പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട് ആരംഭിച്ചത്. പിന്നാലെ തിരുവമ്പാടി വിഭാഗവും വെടിക്കെട്ട് തുടങ്ങി. പുലർച്ചെ 3:30 നടക്കേണ്ട വെടിക്കെട്ടാണ് മണിക്കൂറുകൾ വൈകിയത്. പോലീസ് നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ചാണ് വെടിക്കെട്ട് നിർത്തിവെച്ചത്. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് പ്രതിഷേധത്തിന് കാരണം. വാഹനാപകടത്തിൽ നടിക്ക് ഗുരുതര പരിക്ക്. ടെലിവിഷൻ താരം ദിവ്യങ്കയ്ക്കാണ് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നടിയുടെ എല്ലുകൾ നുറുങ്ങിയ നിലയിലാണെന്നും ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയെന്നും അറിയിച്ചു. ഭർത്താവ് വിവേക് ദാഹിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മുംബൈയിലെ കോകിലാബെൻ ആശുപത്രിയിലാണ് നടിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ തുക പ്രതിഫലം വാങ്ങുന്ന TV താരങ്ങളിലൊന്നാണ് ദിവ്യങ്ക. AI മൊഹബത്തീൻ എന്ന ഷോയിലൂടെയാണ് നടി പ്രശസ്തയാകുന്നത്.